ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ആദ്യത്തെ 10 പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 10 ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാം. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ഓയിൽ, അതായത് ഓയിലിൻ്റെ ഡെൻസിറ്റി നമുക്ക് 0.9 gram per centimeter ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ യൂണിറ്റ് ശ്രദ്ധിക്കുക. ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, CGS യൂണിറ്റിലാണ് എന്ത് തന്നിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി തന്നിട്ടുള്ളത് CGS യൂണിറ്റിലാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡെൻസിറ്റിന് ഈക്വൽ ആയിരിക്കും. ഡെൻസിറ്റി 0.9 gram per centimeter ക്യൂബ് ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്തായിരിക്കും, 0.9 ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ മാസ് ഡെൻസിറ്റി ഓഫ് എനി ഫ്ലൂയിഡ്, അതായത് ഏത് ഫ്ലൂയിഡും ആയിക്കോട്ടെ അതിൻ്റെ മാസ് ഡെൻസിറ്റി CGS യൂണിറ്റിലാണ് തന്നതെങ്കിൽ വിൽ ഹാവ് ദ സെയിം വാല്യൂ ആസ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിക്കും എന്തായിരിക്കും, ആ ഒരു സെയിം വാല്യൂ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ഫ്ലൂയിഡിൻ്റെയും ഡെൻസിറ്റി എന്താണ് CGS യൂണിറ്റിൽ തന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ആ ഒരു വാല്യൂ, ആ ഒരു ഡെൻസിറ്റീൻ്റെ വാല്യൂ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫൈൻഡ് ദ മാസ് ഡെൻസിറ്റി, വെയ്റ്റ് ഡെൻസിറ്റി ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് ഓയിൽ വിച്ച് ഹാസ് വെയ്റ്റ് ഓഫ് 7 Newton. അതായത് നമുക്ക് വെയ്റ്റ് എന്ത് തന്നിട്ടുണ്ട്, 7 Newton എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് 1 liter ഓഫ് ഓയിലാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും മാസ് ഡെൻസിറ്റി ഒക്കെ എന്താണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആ ഒരു യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ലിറ്ററിന് എന്താക്കണം, മീറ്റർ ക്യൂബിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ലിറ്ററിന് എന്ത് ചെയ്യണം, നമ്മൾ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് ആക്കണം. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1000 centimeter ക്യൂബാണ്. സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും, 10⁻³ മീറ്റർ ക്യൂബ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വോളിയത്തിന് നമ്മൾ 1 liter ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് എന്ന് എഴുതി. വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 7 Newton തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മാസ് ഡെൻസിറ്റി, അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അതിൽ മാസ് നമുക്ക് തന്നിട്ടില്ല, മാസ് ബൈ വോളിയമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വെയിറ്റ് ഡെൻസിറ്റി. വെയിറ്റ് ഡെൻസിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ്, വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. കാരണം നമുക്ക് വെയിറ്റ് ആണല്ലോ തന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ഡെൻസിറ്റി ആദ്യം കണ്ടുപിടിക്കാം. വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് നമുക്ക് എത്രയാണ്, 7 തന്നിട്ടുണ്ട്. വോളിയം നമ്മൾ 10⁻³ എന്ന് കൺവേർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 7000 Newton per meter ക്യൂബ്. ഇനി വെയിറ്റ് ഡെൻസിറ്റിക്ക് തന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്, വെയിറ്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, റോ ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതിൽ നമുക്ക് റോ കണ്ടുപിടിച്ചുകൂടി. റോ ആണ് എന്ത്, മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, റോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റോ ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിന് ഈ റോയിനോട് വെച്ച് ജീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് റോ കിട്ടും, വെയിറ്റ് ബൈ ജി. വെയിറ്റ് ഡെൻസിറ്റി ബൈ ജി ഈസ് ഈക്വൽ ടു റോ. വെയിറ്റ് ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു 7000. അപ്പോൾ 7000 ബൈ ജി എന്താണ്, 9.81 ആണ്. നമ്മൾ കാൽക്കുലേഷൻ്റെ ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ 9.81 പകരം എന്താണ് 10 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 7000 ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 700 എന്ന് വരും. അപ്പോൾ 700 എന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 9.81 ആയിരുന്നു. അപ്പോൾ 700-നെക്കാട്ടും കുറച്ചുകൂടി കൂടിയ വാല്യൂ ആയിരിക്കും കിട്ടുക. അതാണ് നമ്മൾ 730. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് 7000 ബൈ 9.81 എന്ന് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സാമിന് എളുപ്പത്തിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടും കുറച്ചുകൂടി കൂടിയ വാല്യൂ ആണ് കിട്ടുക. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, അപ്പോൾ നമ്മൾ വെയിറ്റ് ഡെൻസിറ്റി കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എന്താണ് മാസ് ഡെൻസിറ്റി, വെയിറ്റ് ഡെൻസിറ്റി. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ്, റോ. സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. നമുക്ക് തന്നിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ടോ, ഡെൻസിറ്റി ഓഫ് ഓയിലാണ്. ഓയിലല്ലേ ഇത്, ഫൈൻഡ് ദ മാസ് ഡെൻസിറ്റി, ഓയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ഓയിലിൻ്റെ ഡെൻസിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, റോ. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, 713 kilogram per meter ക്യൂബ് എന്ന് കണ്ടുപിടിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യുക, 700 ആയിട്ട് എടുത്തു. 713 ആയിട്ട് എടുക്കണമെന്നില്ല, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 10 വെച്ചിട്ട് ചെയ്തിട്ടുള്ള 700 തന്നെ എടുക്കുക. 700 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.7 എന്ന് ആൻസർ കിട്ടി. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കാൽക്കുലേറ്റ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓഫ് ഓയിൽ വിച്ച് ഹാസ് എ ഡെൻസിറ്റി. ഓയിലിൻ്റെ ഡെൻസിറ്റി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 981 kilogram per meter ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 0.245 Newton per meter square.
ഹാവിങ് എ വെലോസിറ്റി ഗ്രാഡിയൻ 0.2/s വെലോസിറ്റി ഗ്രാഡിയൻ. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 9.81 kg/m³ തന്നിട്ടുണ്ട്. ദെൻ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോ ആണ്. ടോ ഈസ് ഈക്വൽ ടു എന്താണ്? 0.2452 Nm/m² തന്നിട്ടുണ്ട്. വെലോസിറ്റി ഗ്രാഡിയൻറ്റിൻ്റെ എന്താണ്? du/dy ആണ് വെലോസിറ്റി ഗ്രാഡിയൻ. അത് നമുക്ക് 0.2/s. അപ്പം ഈ ഒരു വെലോസിറ്റി ഗ്രാഡിയൻ്റ് ഷിയർ സ്ട്രെസ് ഒക്കെ കൂടിയുള്ള ഒരു ഇക്വേഷൻ എന്താണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താണ്? ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. അതിൽ ടോ നമുക്ക് തന്നിട്ടുണ്ട്, du/dy തന്നിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മ്യൂ കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മ്യൂ കണ്ടുപിടിക്കാം. മ്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ടോ/du/dy. അപ്പോൾ നമുക്ക് മ്യൂ എന്ത് കിട്ടും? മ്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1.225 Nm/m² കിട്ടും. അങ്ങനെ നമുക്ക് എന്താണ്? മ്യൂവിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈനമാറ്റിക് വിസ്കോസിറ്റീൻ്റെ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു മ്യൂ/റോ ആണ്. റോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. മ്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ മ്യൂ/റോ 1.225 ഡിവൈഡഡ് ബൈ റോ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 981 എന്ന്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1.225 ഡിവൈഡഡ് ബൈ 1000, അതായത് 1.225 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക? 1000 മേലോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 10⁻³ -3 m²/s എന്ന് വരും. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്താ തന്നിട്ടുള്ളത്? ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിലാണ് ആൻസർ തന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തിലാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്? നമുക്ക് 1.225 Nm/m² നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ആൻസർ കിട്ടിയില്ല. അതായത് നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റീൻ്റെ യൂണിറ്റ് എന്താണ്? Newton s/m². അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് Newton s/m² നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആൻസർ കിട്ടുന്നത് m²/s ആണ് കേട്ടോ. മീറ്റർ, അതായത് 1.225 ഇൻറ്റു 10⁻³ -3 m²/s നമുക്ക് ആൻസർ കിട്ടി. ഈ m²/s നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുള്ള ഒരു ഇക്വേഷനാണ്. ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻⁻⁴ m²/s ആണ്. അതുപോലെ തന്നെ എന്താണ്? 1 m²/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁴ സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെ 1.225 ഇൻറ്റു 10⁻³ -3 m²/s ഉണ്ട്. നമുക്ക് സ്റ്റോക്കിലേക്ക് ആക്കല്ലേ വേണ്ടി? അപ്പോൾ സ്റ്റോക്കിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂവിന് എന്ത് ചെയ്താൽ മതി? 10⁻⁴ കൊണ്ട് ചെയ്താൽ മതി. 10⁻⁴ കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1.225 ഇൻറ്റു 10⁻³ -3 ഇൻറ്റു 10⁻⁴ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? നമുക്ക് 1.225 ഇൻറ്റു എന്ത് വരും? ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.25 സ്റ്റോക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ വിസ്കോസിറ്റി ഓഫ് എ ലിക്വിഡ്. വിസ്കോസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഹാവിങ് കൈനമാറ്റിക് വിസ്കോസിറ്റി 6 സ്റ്റോക്സും തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് തന്നിട്ടുണ്ട്? 1.9. എന്താണ് നമ്മളോട് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണം. നമുക്കൊരു ഇക്വേഷനിലേക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, നമ്മളോട് മ്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ/റോ ആണ്. ഇതാ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ/റോ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? മ്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻറ്റു റോ. കൈനമാറ്റിക് വിസ്കോസിറ്റി നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. റോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ 1.9 എന്നും തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് 1.9 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് 6 ഇൻറ്റു 1.9 ചെയ്യുന്ന സമയത്ത് നമുക്ക് 11.4 എന്ന് കിട്ടും ആൻസർ. പോയിസിലാണ് തന്നിട്ടുള്ളത്, നമുക്ക് പോയിസ് തന്നെ 11.4 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ ഇൻ സോപ്പ് ബബിൾ 30 mm ഡയാമീറ്റർ. അതായത് സോപ്പ് ബബിളിലുള്ള സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 30 mm ഡയാമീറ്റർ തന്നിട്ടുണ്ട്, 30 mm തന്നിട്ടുണ്ട്. വെൻ ദ ഇൻസൈഡ് പ്രഷർ ഈസ് 4 Newton. ഇൻസൈഡ് പ്രഷർ 4 Nm/m² തന്നിട്ടുണ്ട്. എബവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സോപ്പ് ബബിളിലുള്ള സർഫസ് ടെൻഷനാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സോപ്പ് ബബിൾ ആണെങ്കിൽ ΔP ഇൻറ്റു D/8 ആണ് വരിക. ΔP ഇൻറ്റു D/8 ആണ് എന്തിൽ വരുന്നത്? സോപ്പ് ബബിൾ അല്ലെങ്കിൽ ഹോളോ ബബിളിൽ വരുന്നത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ വാട്ടർ ബബിൾ അല്ലെങ്കിൽ സോളിഡ് ബബിൾ ആണ് ചോദിച്ചെങ്കിൽ അവിടെ എന്തായിരുന്നു വരിക? D/4 ആയിരുന്നു വരിക. അതായത് ΔP ഇൻറ്റു D/4 ആണ് വരിക. ഇനി ലിക്വിഡ് ജെറ്റ് ആണെങ്കിൽ എന്താ വരിക? ഇക്വേഷൻ ΔP ഇൻറ്റു D/2 ആണ് വരിക. അപ്പോൾ ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്?
എയർ ബബിൾ അല്ലെങ്കിൽ സോപ്പ് ബബിൾ അല്ലെങ്കിൽ ഹോളോ ബബിൾ ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ പി ഇൻറ്റു ഡി ബൈ 8. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇൻസൈഡ് പ്രഷർ ഈസ് 4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇൻസൈഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെൽറ്റ പി തന്നെ ആയിട്ട്, വേറൊരു പ്രഷർ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഡെൽറ്റ പീനെ നമ്മൾ എന്താക്കി എടുക്കുക? 4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കുക ഇൻസൈഡ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി ഈസ് ഈക്വൽ ടു 30 mm. 30 mm നമ്മൾ എന്ത് ചെയ്യാം? മീറ്ററിലേ ആക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ എന്തിനാണുള്ളത്? ന്യൂട്ടൺ പെർ മീറ്ററിലാണല്ലോ. അപ്പോൾ നമ്മൾ MM എന്താക്കണം? നമ്മൾ മീറ്ററിലേക്ക് ആക്കി കൺവേർട്ട് ചെയ്യുക. MM മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 13 × 10⁻³ മീറ്റർ. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് കൺവേർഷനൊക്കെ എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. മീറ്ററിൻ്റെ മില്ലിമീറ്ററിലേക്ക് എങ്ങനെയാക്കാം, സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് എങ്ങനെയാക്കാം, ആ ഒരു യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ആൻഡ് ഡെൽറ്റ പി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ പി 4 × d/8 d 13 × 10⁻³ ഡിവൈഡഡ് ബൈ 8 നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 0.015 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രഷർ ഇൻ മീറ്റേഴ്സ് ഓഫ് ഓയിൽ. അതായത് എന്താണ്? ഓയിലിലുള്ള പ്രഷർ, മീറ്ററിലാണ് ഓയിലിലുള്ള പ്രഷർ പറയുന്നത്. ഈസ് ഈക്വലൻറ്റ് ടു 80 മീറ്റർ ഇൻ വാട്ടർ. അതായത് പ്രഷർ ഇൻ വാട്ടർ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? പ്രഷർ ഇൻ വാട്ടറും അതുപോലെ തന്നെ ഓയിലിലുള്ള പ്രഷറും. പ്രഷർ ഇൻ വാട്ടർ ആൻഡ് പ്രഷർ ഇൻ ഓയിൽ എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് വാട്ടർ, അതായത് ഇപ്പം ഒരു വാട്ടറാണെന്ന് വിചാരിച്ചോ, 80 മീറ്ററാണ് വാട്ടറിൻ്റെ തന്നിട്ടില്ല. ഓയിലിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ഓയിലിൻ്റെ ആ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ്? പ്രഷർ രണ്ടും ഈക്വൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗിവൺ പ്രഷർ ഇൻ വാട്ടർ ഈക്വൽ ടു എന്താണ്? പ്രഷർ ഇൻ ഓയിൽ. പ്രഷർ ഇൻ വാട്ടറും പ്രഷർ ഇൻ ഓയിലും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ PA ഈസ് ഈക്വൽ ടു PB. അതായത് നമ്മളിത് A ആയിട്ട് എടുത്തു, ഇത് B ആയിട്ട് എടുത്തു. അപ്പോൾ PA ഈസ് ഈക്വൽ ടു PB. നമുക്ക് ഇക്വേഷൻ ഉണ്ട് എന്താണ്? P ഈസ് ഈക്വൽ ടു ρGH എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്കുള്ളത്. ഓക്കെ, P ഈസ് ഈക്വൽ ടു ρGH. അപ്പോൾ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ P ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു P ഓഫ് എന്താണ്? ഓയിൽ ചെയ്യാം. അപ്പോൾ എന്താണ്? റോ ഓഫ് വാട്ടർ ഇൻറ്റു ρGH. ρGH ആ ഒരു ഇക്വേഷനിലിട്ട് കൊടുക്കുക. റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H ഓഫ് വാട്ടർ ഈക്വൽ ടു എന്താണ്? റോ ഓഫ് ഓയിൽ ഇൻറ്റു G ഇൻറ്റു H ഓഫ് ഓയിൽ. അതിൽ എന്താണ്? ജിയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു H ഓഫ് വാട്ടർ ഈക്വൽ ടു എന്ത് വരും? റോ ഓഫ് ഓയിൽ ഇൻറ്റു H ഓഫ് ഓയിൽ എന്ന് വരും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? H ഓഫ് ഓയിൽ കണ്ടുപിടിക്കുക അല്ലേ? H ഓഫ് ഓയിൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ? H ഓഫ് ഓയിലിനെ ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു റോ ഓഫ് ഓയിലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? H ഓഫ് ഓയിലിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 100 മീറ്റർ എന്ന് കിട്ടും. പിന്നെ നമുക്കൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 ആണ് കേട്ടോ. അതിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം എന്താണ്? 1000 ആണെന്നറിയാം. ഓയിലിൻ്റെ ഡെൻസിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ തരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഈക്വലൻ ടു പ്രഷർ ഓഫ് 2 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് പ്രഷറുമായിട്ട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? നമുക്കറിയാം ഇത് 2 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് യൂണിറ്റ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്? ഹൈറ്റ് ഓഫ് വാട്ടർ കോളമാണ് ചോദിച്ചിട്ടുള്ളത്. പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പറഞ്ഞു P ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ മാതിരി P ഈസ് ഈക്വൽ ടു ρGH ആണ്. ഇവിടെ നമ്മൾ G എന്ന് പറയുന്ന ടേം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അത് ശ്രദ്ധിക്കണം. ഇക്വേഷനിൽ ρGH P ഈസ് ഈക്വൽ ടു ρGH എന്ന് പറയുന്ന ഇക്വേഷനിൽ G ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂട്ടൺ, ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റിൽ ന്യൂട്ടൺ അല്ലെങ്കിൽ ഡൈൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? P ഈസ് ഈക്വൽ ടു ρGH എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? അവിടെ G എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? P ഈസ് ഈക്വൽ ടു ρH. ഇതിൽ നമുക്ക് H കണ്ടുപിടിച്ചുകൂടി. H ഈസ് ഈക്വൽ ടു എന്താണ്? H ഈസ് ഈക്വൽ ടു P/ρ എന്ന് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 2000 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. അതായത് നമ്മൾ ആ യൂണിറ്റ് ഒക്കെ അങ്ങനെ പ്ലേസ് ചെയ്യണം കേട്ടോ. 2 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടത്. ഡിവൈഡഡ് ബൈ എന്താണ്? 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ.
പി പ്രഷർ നമുക്ക് തന്നിട്ട് 2 കിലോ ആൻഡ് റോ ഓഫ് വാട്ടർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റോ ഓഫ് വാട്ടർ നമുക്കറിയാം എന്താണ് 1000 ആണ്. ഓക്കെ, അപ്പോൾ 1000ന് നമുക്ക് കിലോ ഗ്രാമിലേക്ക് ആക്കുന്ന സമയത്ത് 1000 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ അല്ലേ, 1 ഗ്രാം ഇതാക്കുമ്പോൾ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ എന്താണ് യൂണിറ്റ് കൺവേർഷനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അതാണ് ഇവിടെ 1 ഒക്കെ വരുന്നത്. ചിലപ്പോൾ നമ്മൾ 1000 ഒക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു 1 എന്ന് എടുക്കുന്നത്. ക്യാൻസലായി പോകണില്ല. നമുക്ക് എന്താണ് ഓപ്ഷൻ സെൻറ്റിമീറ്ററിലാണ് ഉള്ളത്. അപ്പോൾ ആ സെൻറ്റിമീറ്റർ കിട്ടുന്ന നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതെടുക്കുന്ന സമയത്ത് യൂണിറ്റും കൂടി അതിൻ്റെ ഒപ്പം ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാൻസലാക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2000 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഓപ്പൺ ടാങ്ക് കണ്ടെയ്ൻസ് വാട്ടർ അപ് ടു എ ഡെപ്ത് ഓഫ് 2 മീറ്റർ. ഒരു ഓപ്പൺ ടാങ്ക് ഉണ്ട്, ഇതാണ് ഒരു ഓപ്പൺ ടാങ്ക്. 2 മീറ്റർ വരെ വാട്ടറാണ് ആൻഡ് 1 മീറ്റർ എന്താണ് ഓയിലാണെന്നും പറയുന്നുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി എബവ് ഇറ്റ് ആൻ ഓയിൽ ഓഫ് ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.9 എന്ന് തന്നിട്ടുണ്ട് ഫോർ എ ഡെപ്ത് ഓഫ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രഷർ ഇൻറ്റൻസിറ്റി ഓഫ് ബോട്ടം ഓഫ് ദ ടാങ്ക്. അതായത് ഈ ഒരു ബോട്ടമിൽ പ്രഷർ ഇൻറ്റൻസിറ്റി നമ്മളോട് PA ആണ് കാണാൻ പറ്റുള്ളത്. നമുക്ക് ഹൈറ്റ് ഓഫ് വാട്ടർ 2 എന്ന് തന്നിട്ടുണ്ട്, എന്താണ് ഹൈറ്റ് ഓഫ് ഓയിൽ 1 എന്ന് തന്നിട്ടുണ്ട്, സോ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് ഈ A ആണ്. A എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള പ്രഷറല്ലേ നമുക്ക് വേണ്ടത്. അപ്പം ഓയിലും വരും H2O വരും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കറിയാം P is equal to എന്താണ് റോ GH ആണ്. P is equal to റോ GH ആണ് അല്ലേ വരിക. അപ്പോൾ എന്ത് ചെയ്യാം, 2 ലിക്വിഡ്സ് ഉണ്ട്, വാട്ടറും ഉണ്ട് ഓയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ടോട്ടൽ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, റോ ഓഫ് വാട്ടർ P ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ P ഓഫ് ഓയിൽ. അതായത് P is equal to റോ GH. അപ്പോൾ റോ ഓഫ് വാട്ടർ ഇൻറ്റു G ഇൻറ്റു H ഓഫ് വാട്ടർ പ്ലസ് റോ ഓഫ് ഓയിൽ ഇൻറ്റു G ഇൻറ്റു H ഓഫ് ഓയിൽ എന്ന് വരും അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് Pൻ്റെ വാല്യൂ 28.4 കിലോ പാസ്കൽ. നമുക്ക് പാസ്കലിലായിരിക്കും ആൻസർ ഇട്ടാൽ നമ്മൾ കിലോ പാസ്കലിലേക്ക് ആക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ടത് G നമ്മൾ 9.81 പകരം നമ്മൾ എന്താക്കിയെടുക്കുന്നത് 10 ആയിട്ടാണ് കാൽക്കുലേഷൻ ഡേസിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ റൈറ്റ് ലിംബ് ഓഫ് യൂട്യൂബ് മാനോമീറ്റർ. ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ എന്ത് ചെയ്യാം തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു യൂട്യൂബ് മാനോമീറ്റർ ഉണ്ടാവുക. ഇതിൻ്റെ ഫിഗർ നമ്മൾ ഓർത്ത് വെക്കണം. ഒരു യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു U ഷേപ്പ് ബെൻഡുള്ള ഒരു പൈപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കാൻ അറിയണം. യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബ് മാനോമീറ്റർ ആദ്യം വരയ്ക്കാം. കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് മെർക്കുറി കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ എന്നാണ് പറയുന്നത്. അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള പൈപ്പ്. അപ്പോൾ ഈ ഒരു പൈപ്പിലാണ് എന്തുണ്ടാവുക, മെർക്കുറി ഉണ്ടാവുന്നത്. കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ വൈൽ ദ ലെഫ്റ്റ് ലിംബ് ഇതാണ് ലെഫ്റ്റ് ലിംബ് എന്ന് പറയുന്നത്. ഇതാണ് ലെഫ്റ്റ് ലിംബ് ഈസ് കണക്റ്റഡ് ടു എ പൈപ്പ്. ഇതാണ് എന്ത് പൈപ്പ് എന്ന് പറയുന്നത്. ഇതാണ് പൈപ്പ്. അതെന്താണ് ലെഫ്റ്റ് ലിംബ് ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇൻ വിച്ച് ഫ്ലൂയിഡ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഈ ഒരു ഇതിലുള്ള ഇതിലൊരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ഈ ഫ്ലൂയിഡിലുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 0.9 എന്ന് തന്നിട്ടുണ്ട്. ദ സെൻറ്റർ ഓഫ് പൈപ്പ് ഈസ് 12 സെൻറ്റിമീറ്റർ ബിലോ ദ മെർക്കുറി ഇൻ ദ റൈറ്റ് ലിംബ്. അതായത് എന്താണ് സെൻറ്റർ ഓഫ് പൈപ്പ്, ആ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. ആ ഒരു മെർക്കുറി എത്ര ലെവലുണ്ടോ, റൈറ്റ് ലിംബിൽ എത്ര മെർക്കുറി ഉണ്ടോ അതിൻ്റെ ഒരു 12 സെൻറ്റിമീറ്റർ താഴെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ. ഇതാണ് പൈപ്പ്. ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും സെൻറ്റർ. ഈ ഒരു പൈപ്പിൻ്റെ സെൻറ്റർ ഈ ഒരു പോയിൻ്റാണെന്ന് വിചാരിച്ചോ. ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, മെർക്കുറിൻ്റെ ലെവലിന് 120 സെൻറ്റിമീറ്റർ താഴെയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ് ഇഫ് ഡിഫറൻസ് ഇൻ മെർക്കുറി ഈസ് 20 സെൻറ്റിമീറ്റർ. ആ ഒരു മെർക്കുറി തമ്മിലുള്ള ഡിഫറൻസ് എന്ത് തന്നിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ ഒന്നും തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ്. അതായത് ഇത് മൊത്തം എന്താണ് വേറെ ഫ്ലൂയിഡാണ്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതാണ് മെർക്കുറി ലെവലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യണം, വരയ്ക്കാൻ അറിയണം. ഓക്കെ, അപ്പം മെർക്കുറി ഡിഫറൻസ് അപ്പോൾ ഇതാണ് എന്ത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്, ഫൈൻഡ് ദ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പൈപ്പ്. പൈപ്പിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ കണ്ടുപിടിക്കാനാണ് പറയും. അപ്പോൾ എങ്ങനെ വരും, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് യൂട്യൂബ് മാനോമീറ്ററിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് PA പ്ലസ് റോ GH1. ഇതെന്താണ് പൈപ്പാണല്ലോ, പൈപ്പിലൊരു പ്രഷർ ഉണ്ടാവും PA ഉണ്ടാവും. പ്ലസ് എന്താണ് ഇവിടെ എന്താണ് ഒരു
റോ ജി എച്ച് വൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകും. അങ്ങനെ പി എ പ്ലസ് റോ ജി എച്ച് വൺ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ലിംബ്, നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു, ഇതാണ് ലെഫ്റ്റ് ലിംബ്, ലെഫ്റ്റ് ലിംബ് ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എന്നാണ്. ലെഫ്റ്റ് ലിംബ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പോർഷൻ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടുള്ള പോർഷൻ. അപ്പോൾ ലെഫ്റ്റ് ലിംബിൽ ഒരു പൈപ്പ് ഉണ്ട്, അപ്പോൾ എന്താ പറയുക, അവിടെ ഒരു പ്രഷർ വരും, പി എ വരും, പ്ലസ് എന്താണ്, പിന്നെ ഈ ഒരു ലിക്വിഡ്, ഈ ഒരു ലിക്വിഡിലെ പ്രഷർ എന്ന് പറയുന്നതാണ് പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനാണ് റോ ജി എച്ച്. അപ്പോൾ എന്ത് വരും, ആ ഒരു പി എ പ്ലസ് എന്ത് വരും, റോ ജി എച്ച് വൺ എന്ന് വരും, ഈക്വൽ ടു എന്ത് വരും, ഈ ഒരു സെക്ഷൻ. ഇനി അടുത്ത സെക്ഷനാണ് റൈറ്റ് ലിംബ്. റൈറ്റ് ലിംബിലെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അപ്പോൾ എന്ത് വരും, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് റോ ജി എച്ച് തന്നെയാണ്. അപ്പോൾ എന്ത് വരും, റോ ഓഫ് മെർക്കുറി ഇൻറ്റു എച്ച് ഓഫ് മെർക്കുറി, അതായത് മെർക്കുറിൻ്റെത് റോ ഓഫ് എച്ച് ജി ഇൻറ്റു ജി ഇൻറ്റു എച്ച് ടു, മെർക്കുറിൻ്റെ ഹൈറ്റ് എച്ച് ടു ആണ്. നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പി എ പ്ലസ് ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, പ്രഷർ അറ്റ് എ ഈസ് ഈക്വൽ ടു 26 കിലോ പാസ്കൽ എന്ന് കിട്ടും. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ. The pressure of 200 kilopascal is equivalent to head of H meters of carbon tetrachloride of relative density 1.59, where H is equal to, എന്താ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, വേർ എച്ച് ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത്, അതായത് പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, പ്രഷർ നമുക്ക് 200 തന്നിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു ഹെഡ് ഓഫ് എച്ച് മീറ്റേഴ്സ്, പ്രഷർ എന്താണ്, എച്ച് മീറ്റേഴ്സ്, ഹെഡ് ഓഫ് എച്ച് മീറ്റേഴ്സിന് ഈക്വലാന്ന് പറയുന്നുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി നമുക്ക് 1.5 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്താണ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, പി ഈസ് ഈക്വൽ ടു റോ ജി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ, നമുക്ക് പി എന്ന് തന്നിട്ടുണ്ട്, എച്ച് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, പി ബൈ റോ ജി, അതിൽ പി നമുക്ക് 200 തന്നിട്ടുണ്ട്, റോ എന്താണ് 1.59 ഇൻറ്റു 9.81, കാരണം റോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1.95, റോ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഡെൻസിറ്റി 1.59 നമുക്ക് തന്നിട്ടുണ്ട്, ഇൻറ്റു 9.81 നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 12.57 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ന്യൂമറിക്കൽസ് എല്ലാ സബ്ജക്റ്റിനും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.